നാളെ ട്രാക്കിലിറങ്ങുകയാണ്. ദേശീയ റെക്കോർഡ് തിരുത്തിയാണ് റെബേക്ക ഉതുപ്പ് സൗത്ത് കൊറിയയിൽ എത്തിയിരിക്കുന്നത്. സെമി ഫൈനലിൽ റെബേക്കയുടെ പ്രകടനം കണ്ട് നാളെ ഒരു സ്വർണം കൂടി ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു. കിഴക്കേമല എന്ന മലയോര ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഉടുപ്പിന്റെയും ശോശാമ്മയുടെയും മകളായി പിറന്ന റെബേക്ക ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു അത്ലറ്റ്. കിഴക്കേമല നിവാസികൾ ഒന്നടങ്കം. ശോശാമോ, ടിവിക്കാർ പറഞ്ഞു കേട്ടോ, നാളത്തെ ഫൈനലില് ഇന്ത്യക്ക് ഒരു സ്വർണം കൂടി ഉറപ്പാണെന്ന്. അതെയോ? നമ്മുടെ മോളെ കർത്താവ് കാക്കും. കർത്താവേ. ഹലോ അപ്പച്ചി. ആ മോളെ, ആ ഞങ്ങൾ ടിവിയിൽ മോളുടെ ന്യൂസ് കണ്ടോണ്ടിരിക്കായിരുന്നു. എന്താ മോള് വിളിക്കാൻ വൈകിയേ? പ്രാക്ടീസിലായിരുന്നു. മോക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല അപ്പച്ചി. അമ്മച്ചി എന്തേ? അറിയാലോ, ജലപാനം പോലും ഇല്ല, തിരുരൂപത്തിന്റെ മുമ്പിൽ ഒറ്റ നിൽപ്പാ. ദാ കൊടുക്കാം. ഹലോ മോളെ, ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഇവിടെ ഒരു കുഴപ്പമില്ല അമ്മച്ചി. അമ്മച്ചി എന്തിനാ പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നേ? അവിടെ തണുപ്പൊക്കെ ഉണ്ടോ മോളെ? ഇല്ല അമ്മച്ചി. ഒക്കെ തമ്പുരാൻ കാത്തോളും. അമ്മച്ചി എല്ലാം നേർന്നിട്ടുണ്ട്. ശോശാമേ, എന്താ ഇത്? അമ്മച്ചി നമ്മൾ വേണ്ട അവർക്ക് ധൈര്യം കൊടുക്കാൻ. അമ്മച്ചി കറിയാണോ? അമ്മച്ചി ഇങ്ങോട്ട് തന്നെ, ഞാൻ സംസാരിക്കാം. ഹലോ 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 ചേച്ചി, നാളെ കസറാണോ കേട്ടോ? പിന്നെ ഞങ്ങൾ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി ധൈര്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങിക്കോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ. അയ്യേ, എന്തിനാ കരയുന്നേ? ഇരുവർക്കും എന്റെ സ്വാഗതം. ആദ്യത്തെ ചോദ്യം ശ്രീമതി എലിസബത്തിനോടാണ്. എത്രമാത്രം സാധ്യതയാണ് ഇപ്പോൾ റെബേക്ക ഉതുപ്പിനുള്ളത്? ആ കുട്ടി സെമി ഫൈനലിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മറ്റ് അത്ലറ്റുകളുടെ നിലവിലെ ഫോം വെല്ലുവിളി ഉയർത്തുന്നതാണ്. അതോടൊപ്പം സൗത്ത് കൊറിയയിലെ കാലാവസ്ഥയും പ്രശ്നമാണ്. ഇടയ്ക്ക് തണുത്ത കാറ്റ് വീശുന്നത് പലപ്പോഴും അത്ലറ്റുകളുടെ പ്രകടനത്തെ ബാധിക്കാറുണ്ട്. ഓ പിന്നെ ശ്രീ അജയ് ഈ മലമുക്കിലെ കോടമഞ്ഞിൽ ജനിച്ചു വളർന്ന കൊച്ച സാധ്യത പിന്നല്ലേ ഇവളുമാര് പറയുന്ന തണുത്ത കാറ്റ്. 800 മീറ്ററിൽ ഷൈനിക്ക് ശേഷം 2 മിനിറ്റിൽ താഴെ സമയം കണ്ടെത്താൻ കഴിഞ്ഞ കുട്ടിയാണ് റെബേക്ക. സമ്മർദ്ദം അതിജീവിച്ചാൽ മെഡൽ നേടാൻ വളരെ സാധ്യതയുള്ള അത്ലറ്റാണ് ആ കുട്ടി. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മത്സരാരംഭത്തിൽ തന്നെ എതിരാളികൾ മുന്നേറുകയാണെന്ന് തോന്നിയാൽ സമ്മർദ്ദം കൂടുകയും ആ കുട്ടി നേരത്തെ ഓൾ ഔട്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. ഓൾ ഔട്ട് പോലും തൊള്ള തുറക്കാൻ ടാലന്റ് കിട്ടിയാൽ നാക്കിട്ടടിക്കാൻ ഇങ്ങനെ കുറെ വിവരദോഷികളും. പുറത്തെടുക്കേണ്ടത് എന്ന് നാം തീരുമാനിക്കുന്നത്. എന്താണ് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെ. നല്ലൊരു തുടക്കം കിട്ടിയാൽ ഇതുങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഓടേണ്ടത് ആ പെങ്കൊറ്റ. ഇവരിവിടെ ഒരു നാക്കിൽ വെള്ളം വലിച്ചിട്ട് എന്താ കാര്യം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ, കപ്പേര് പള്ളിമണി അടിച്ചാ മതി. ഇയാൾ വന്ന കാര്യം പറ. വികാരി അച്ഛൻ വികാരാധീനായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോ കുരുപൊട്ടി കാണും. ഓ നടക്ക്. ഓ എന്തോന്ന് വേഷമായത്? ടീഷർട്ടും കള്ളിമുണ്ടും മനസ്സിലായില്ലേ? കൊച്ചത്തിന് ലോഹ അലർജി എന്നറിയാലോ. ലോഹ എന്നതൊരു വിശുദ്ധമായ വസ്ത്രമാണ്. അതിന് അതിൻ്റെതായ ആവശ്യങ്ങളിൽ ധരിക്കാൻ പാടുള്ളൂ. അതിന്റെ പവിത്രത. മതി മതി മതി. തോമാച്ചന്റെ കുടുംബത്തിൽ കയറി താൻ വെഞ്ചിരിച്ചു. 4 തവണ അരമനയിൽ നിന്ന് പനിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങി ഈ മലമൂട്ടിലെത്തിയവനാണ് താൻ. അതറിയാലോ. അരമനക്കാര്യം പറഞ്ഞു വരട്ടാതച്ചോ. പോറ്റാൻ വകയില്ലാതെ കുടുംബക്കാർ നടതള്ളി നേർച്ചയിട്ട് പുരോഹിതനായവനല്ല ഈ ഞാൻ. മനസ്സാൽ അർപ്പിച്ച് വ്രതം നോറ്റ് അച്ഛൻ പട്ടം നേടിയവനാ. അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അച്ഛനത് കൊണ്ടെങ്കിൽ സോറി. ഞാൻ തോമാച്ചന്റെ വീട്ടിൽ കയറി വെഞ്ചരിച്ചെന്നുള്ള സത്യം തന്നെയാ. ഒരു പുരോഹിതനാണെന്നുള്ള കാര്യം മറക്കരുത്. അന്യായം കണ്ട അപ്പ തല്ലണം. പണ്ട് ജെറുസലേം ദേവാലയം പുരോഹിതന്മാരുടെ ഒത്താശയോടെ കവർച്ചക്കാരുടെയും പലിശക്കാരുടെയും ഗുഹയാക്കിയപ്പോ കർത്താവായ യേശുനാഥൻ എന്താ ചെയ്തേ? ചാട്ടവാറുകൊണ്ട് എല്ലാത്തിനെയും അടിച്ച് തുരത്തി. ചുമ്മാതല്ല ഇടവക്കാര് പറയുന്നത് കൊച്ചത്തിനൊരു കമ്മ്യൂണിസ്റ്റുകാരനാന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി തച്ചനായ ജോസഫന്റെ മകൻ യേശുക്രിസ്തു ആയിരുന്നു. അല്ലാന്ന് അച്ഛന് പറയാൻ പറ്റുമോ? എന്തായാലും അച്ഛൻ എന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തോമാച്ചനോട് ചോദിക്കി എന്തിനാ വെഞ്ചരിച്ചേന്ന്. അച്ചോ, പള്ളിയിലെ ചിട്ടി വട്ടോത്തിയ കാശ് ഞാൻ ഇവളോട് ചോദിച്ചു. അതിനാ കൊച്ചച്ഛൻ എന്നെ വെഞ്ചരിച്ചത്. കർത്താവാണ് സത്യം. ചിട്ടി വട്ടം എത്തിയ കാശ് എൻ്റെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിനാ ഇങ്ങേര് മൂക്കറ്റും കുടിച്ചു വന്ന് എന്നെ തല്ലിയത്. ദേഹോപദ്രവം അരുത് തോമച്ച. ഇവൾ നിന്റെ ധർമ്മഭഗ്നിയല്ലേ? അച്ഛൻ പറഞ്ഞ സത്യോ. ധർമ്മം കിട്ടിയത് അതിനെ, സ്ത്രീധനം ഇല്ലാതെ. ഇവളും കൊച്ചച്ഛനും തമ്മിൽ നാടകം കളിക്കാച്ചോ. കൊച്ചച്ഛൻ എന്തിനാ നിങ്ങളെ ചിട്ടിക്കാശ്? ഞാനും അതന്നെ ചോദിച്ചേ. അതിനാ കൊച്ചച്ഛൻ എന്റെ നെഞ്ചും കൂടുതലിട്ട് വെഞ്ചരിച്ചേ. പള്ളിയിലെ ചിട്ടിക്കാശ് എൻ്റെ കയ്യിലുണ്ട്.
കർത്താവാണ് സത്യം, ഞാനത് കൊടുക്കയില്ല അച്ചോ. ഇവിടെ ഞാൻ തോമാച്ചന്റെ കൈ കൊടുത്താലോ കെട്ടിയോളുടെ കൈ കൊടുത്താലോ ആ കാശ് കറങ്ങി തിരിഞ്ഞ് കള്ള് ഷാപ്പിൽ തന്നെ എത്തത്തുള്ളൂ. കെട്ടുപ്രായത്തൊരു പെണ്ണ് വീട്ടിലുള്ളതാ. ഞാനത് അവളുടെ പേരിൽ ജ്വല്ലറിൽ അങ്ങ് നിക്ഷേപിച്ചു. ഇപ്പൊ അവളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്താ കല്യാണ സമയം ആകുമ്പോ പഴയ നിരക്കിൽ സ്വർണം വാങ്ങാം. ദാ രസീത്. ഇത് വലിയ ചതിയായി പോയില്ല അച്ചോ. തോമാച്ചോ, നമുക്കൊന്നും കൂടി വെഞ്ചരിച്ചാലോ? കഴിഞ്ഞ വെഞ്ചരിപ്പിന്റെ നെഞ്ചരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല അച്ചോ. അതെ തോമാച്ച, ഇനി ഇതിന്റെ പേരിൽ കെട്ടിയുള്ള ദേഹത്ത് അങ്ങനെ തൊട്ടു എന്നറിഞ്ഞാൽ അറിയാലോ. എന്നാ ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ. പോട്ടെ അച്ചോ. ഓ അച്ഛോ. ഓ, അവിവാഹിത ഒരു അമ്മ വികാരി അച്ഛനെ കാണാൻ പുറത്തു വന്നു നിൽപ്പുണ്ട്. ഈ മലമൂട്ടിൽ അവിവാഹിതയായ ഒരു അമ്മയോ? യേശു, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ഉതുപ്പേന്റെ രണ്ടാമത്തെ മകൾ ചിന്നമ്മ. പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരമ്മ. എന്താ മോളെ? നാളെ ചേച്ചിയുടെ ഫൈനൽ. ആകെ ടെൻഷൻ അച്ചോ. ചേച്ചിയുടെ വിജയത്തിന് വേണ്ടി ഒരു കുർബാന ചൊല്ലണം. കാഞ്ഞിരപ്പള്ളി നിന്ന് വല്യമ്മച്ചി നേർന്നിട്ടുണ്ട് കൂട് തുറന്നുള്ള പാട്ട് കുർബാന. അതേന്നേ, റബേക്കയുടെ പേരിൽ എന്നെ വിളിച്ച് പ്രത്യേകം നേർന്നിരിക്കുക. അമ്മച്ചിയോട് പറഞ്ഞേരെ, അപ്പച്ചൻ അറിയണ്ട. അറിയാലോ പോകില്. Semi-final of women's 800 meters. അതുപോലെ മിടുക്കിയാണ്. മോളെ പറ്റിയാ കണ്ടോ? from Kirakkimala in Kerala. Rebecca's talent was discovered at. നീ എന്നാ പണിയാണ് കാണിച്ചേ? നീ എന്നത്തിനാണ് അത് ഓഫ് ചെയ്ത്? ഇവളുടെ അമ്മച്ചി ഉണ്ടല്ലോ, നമ്മുടെ പുന്നാര പെങ്ങള്, അവൾ ഒറ്റ ഒരുത്ത് കാരണ 22 വർഷം മുമ്പ് അപ്പച്ചൻ ചങ്ക് പൊട്ടി മരിച്ചത്. കൊച്ചുമോള് ടിവിയിൽ താരായപ്പോ ഈ ചായനും അമ്മച്ചയും കൂടെ അതെല്ലാം അങ്ങ് മറന്നു. ഒത്തുകല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും ഉപേക്ഷിച്ച് ഓടിപ്പോയോളാ. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ഒന്നും മറന്നിട്ടല്ല, അതിന് പ്രതികാരമായിട്ട് അയാളെയും കുടുംബത്തെയും നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാ. പക്ഷെ ടി വിയിൽ ആ കൊച്ചിന്റെ മുഖം കണ്ടപ്പോ നമ്മുടെ കുഞ്ഞു പെങ്ങളെ ഓർത്തുപോയടാ. വെള്ള ഉടുപ്പും ഇടിച്ച് നെറ്റും പുതച്ച് അവളുടെ കൈ പിടിച്ച പണ്ട് ഞായറാഴ്ച കുർബാന കാണാൻ ഞാനും നീയും പള്ളിയിലേക്ക് പോയിരുന്നത്. പോയതോ പോയി എന്ന് കരുതി ഇനിയോ എന്റെ മോളെ ഇങ്ങനെ ശിക്ഷിക്കണോ? നിങ്ങളുടെ വാശിയും വൈരാഗ്യം കാരണം 22 കൊല്ലമായി ഞാൻ എന്റെ മോളെ കണ്ടിട്ട്. പെറ്റ വയറ എന്റെ ചങ്കിന്റെ പടവടന്ന് നിങ്ങൾക്കറിയില്ല. കാറി കൂവി പ്രഷർ കൂട്ടണ്ട. അമ്മച്ചിട്ട് മരുന്ന് കൊടുത്തില്ലായിരുന്നോ? വല്ലതും കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാൻ? ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് പാലേ കുടിച്ചുള്ളൂ. എന്നാ അമ്മച്ചി ഇത്? വന്ന് വല്ലതും കഴിച്ചാട്ടെ. എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നമ്മച്ചിയല്ലയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലയോ പറയുന്നേ. Anusha Damayanti of Indonesia is in lane 4. She has had an impressive build-up to the final. ഫൈനൽ ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇതാ ഇവിടെ ഒരു അമ്മ ജലപാനം പോലും ഇല്ലാതെ തിരുരൂപത്തിന് മുന്നിൽ മകൾ റബേക്ക ഉതുപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. കിഴക്കേ മലയിലെ മലയോരവാസികൾ മുഴുവൻ ഇപ്പോൾ ആകാംക്ഷാഭരിതരാണ്. പ്രാർത്ഥിക്കാത്ത വീടുകളില്ല. സ്വന്തം വീട്ടിൽ അയൽവാസികളോടൊപ്പം മകളുടെ പ്രകടനം നേരിൽ കാണാൻ കാത്തിരിക്കുകയാണ് റബേക്കയുടെ അപ്പച്ചിയും അനുജത്തിയും. The national record holder from India. Kirilenko of Kazakhstan is on the outside. But the surprise package could well be Fiji's Ivani Solomon in lane 7. Right. The women's 800 final. Inamoto is off to a good start. Rebecca Uttam too gets off well and was clear of the field early. That has been her trademark strategy. But can she hold on against a high qualified field? We'll know in a couple of minutes. But the real challenge is yet to come with Kirilenko and Solomon staying right behind the leader into the final lap. Solomon and Kirilenko try to attack on the outside as Park 2 moves up. The long striding Uttam has a real task on her hands now to stay ahead. The Indian cleverly keeps it tight on the inside. A big battle is on here in Busan with the top 4 going for broke. Rebecca of India, Solomon of Fiji, Kirilenko of
അങ്ങോട്ട് എന്നാ ഇച്ചായന്റെ വാലിക്കണം കേട്ടോണം. ആ അത് ഞാനല്ലേ ഇവിടെ കേൾക്കുന്നത്, നീയല്ലല്ലോ. ഓ എന്നാ കേട്ടോ, നിങ്ങളുടെ തടി അത് കുറയട്ടെ. ഹാ ഇച്ചായൻ, ഹാ ചേട്ടത്തി. ഇച്ചായനും ചേട്ടത്തിക്കും എന്റെ ചിന്നമോൾക്കും നമോ ഭാഗം. ഇതാ പിടിമോളെ. മര്യാദയ്ക്ക് മനുഷ്യന്റെ ഭാഷയെ സംസാരിക്കണം. കാതികം പോലും ഇച്ചിരി റബ്ബർ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇച്ചായ. എന്നതാടാ ഇതൊക്കെ? ഇത്രയും ദൂരത്തുനിന്ന് ഇതെല്ലാം കെട്ടിപ്പേരി കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഇല്ലാത്തതാണോ ഇതൊക്കെ? ഒന്നും പറയട്ടെ എന്റെ ചേട്ടത്തി, ടിവിയില് ന്യൂസ് കണ്ടതും പിന്നെ ഇച്ചായനെ ഇരിക്കപ്പുറത്തില്ല. അതെ, ഈ ഇച്ചായന്റെ ഈ കൊച്ചനിയൻ ഉണ്ടല്ലോ, നമ്മുടെ റബേക്ക മോള് ഗോൾഡ് ഒന്ന് അടിച്ചെടുക്കാൻ എന്തൊക്കെ നേർച്ചകളാ നേർന്നേന്നറിയോ? ഔസേപ്പ് പുണ്യാളിന് ഒരു ഊട്ട് നേർച്ച, ഗീവർഗീസ് പുണ്യാളിന് ഒരു പൂവൻ കോഴി നേർച്ച, സെബാസ്റ്റിനോസ് പുണ്യാളിന് ഒരമ്പ് നേർച്ച, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിക്ക് ഒരു പൂമാല നേർച്ച. കൂട്ടത്തിൽ ഞാനും ഒരു നേർച്ച നേർന്നതാ. പക്ഷെ ഇട്ടിച്ചിന് അതിന് സമ്മതിക്കുന്നില്ല. എന്താ അതോ ഒരേ ഒരു മെഴുകുതിരി. ഇട്ടിച്ചൻ പറയാ അത് മാത്രം പറ്റത്തില്ല. അതെന്താടാ? നേർന്നതൊരു മെഴുകുതിരിയാ, അതും അങ്ങ് വത്തിക്കാൻ പള്ളിയിലെ റോമിലെ ഒരു മെഴുകുതിരി നേർന്ന് ചുളിവിൽ റോം കാണാനുള്ള ശ്രമമായിരുന്നു. ഇതേതാ മുതലെന്നറിയോ? എന്തായാലും അവള് നേർന്നതല്ലേ, നീ അതങ്ങ് സാധിച്ചു കൊടുക്കും. എന്റെ ഇച്ചായ വത്തിക്കാനല്ലോ. ഞാൻ പറഞ്ഞ അതല്ലടാ, ഇവിടുത്തെ ഇടവകയിൽ കർത്താവിന്റെ തിരുഹൃദയത്തിന് മുന്നിൽ ഒരു മെഴുകുതിരി. ഇവിടുത്തെ വത്തിക്കാനിൽ അത് പിന്നെ അച്ചായോ, നാളെ അല്ലയോ നമ്മുടെ കൊച്ചു വരുന്നേ. ഒരു ജീപ്പും പിടിച്ച് നമുക്കെല്ലാം കൂടെ എയർപോർട്ടിലോട്ട് അങ്ങ് പോയാലോ? അങ്ങനെ ഒരു ആഗ്രഹം ഞാനും ഇച്ചായനോട് പറഞ്ഞതാ. അപ്പച്ചൻ സമ്മതിക്കണില്ല. വേണ്ടടാ, അവളിപ്പോ ഗവൺമെന്റിന്റെ സ്വത്താ. വിമാനം ഇറങ്ങുമ്പോൾ എന്റെ മോളെ സ്വീകരിക്കാൻ മന്ത്രിയും MP-യും MLA-യും കളക്ടറും ഒക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ നാട്ടുകാരോടൊപ്പം ഈ മലമൂട്ടി വെച്ച് അവളെ ഏറ്റുവാങ്ങാം. അതും മതി. എന്റെ പരസ്യക്കടവ് മുത്തപ്പ, എന്നും ഇങ്ങനെ നോട്ടുകൾ എണ്ണാനുള്ള ഒരു യോഗം എനിക്കുണ്ടാകണമേ. അടുത്ത ജന്മമെങ്കിലും എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആകണ്ട, ഒരു തൂപ്പുകാരനായിട്ടെങ്കിലും ജനിപ്പിച്ചാൽ മതിയായിരുന്നു. ഒന്നിങ്ങോട്ട് വാടാ. ആഹാ, അല്ല ഇതാര് രാമേട്ടനോ? രാമേട്ടനോ? സോറി, രാമൻ നായരേട്ടൻ. എങ്ങോട്ടാ ഇത്? പഴയ പത്രക്കെട്ടൊക്കെ ആയിട്ട്? ഈ പഴയ പത്രക്കെട്ട് ബീവറേജ് കൊണ്ട് കൊടുത്താൽ നല്ല കാശ് കിട്ടും. ആട്ടെ, കാലത്ത് തന്നെ നീ ഏതവന്റെ പണപ്പെട്ടിയാടാ കുത്തി തുറന്നത്? ഈ കറൻസിയിൽ കാണുന്ന പല്ലില്ലാതെ ചിരിക്കുന്ന മഹാത്മാവാണ് സത്യം. ഇത് പരിശുദ്ധമായ കാശാണ്. പല്ലില്ലാതെ ചിരിച്ചാൽ മഹാത്മാവെങ്കിൽ ഞാനൊരു മഹാത്മാവാണോ? അതെ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഒന്ന് നിക്കടോ, നീ എങ്ങോട്ടപ്പ പോണത്? എന്റെ രാമൻ നായരേട്ട, കരയോഗക്കാര്, ശാഖക്കാര്, വിശ്വകർമ്മ പരിഷത്തുകാരും എന്ന് വേണ്ട പാൽ സൊസൈറ്റി വരെ പിരിവെടുത്ത് ഏൽപ്പിച്ച കാശായത്. നിന്നെ വിശ്വസിച്ചോ? എനിക്കും അതാ മനസ്സിലാകാത്തത്. ആട്ടെ, എന്താ കാര്യം? നമ്മുടെ ഉതുപ്പേട്ടന്റെ മകൾ റബേക്കയ്ക്ക് ഇന്നല്ലേ പൗരസമിതി സ്വീകരണം, അറിഞ്ഞില്ലേ? അറിഞ്ഞു. തെക്കുന്ന് കത്തിയും കൊന്തയും കുന്തവും കൈക്കോട്ടുമായി കുറെ ചേട്ടന്മാരും പായും കലവും തലയിലേറ്റ് വിശരവിടപ്പെട്ട് കുറെ ചേട്ടത്തിമാരും. ഇതുങ്ങളെല്ലാം കൂടി കിഴക്കമല സ്വന്താക്കിയില്ലേ. കുടിയേറ്റക്കാരി ഇപ്പൊ ജന്മികളായി. ജന്മി ഇപ്പൊ കുടിയനായി. സോറി, കുടിയാനായി. അത് തന്നെയാണോ ഇപ്പൊ സംഭവിച്ചത്? എന്താ ശരിയല്ലേ? ഈ ഫീലിങ്സ് ഒന്ന് മാറ്റാൻ ഒരു 2 എണ്ണം അടിക്കണം. അടിപാറ്റയ്ക്ക് ഇപ്പൊ ഒരു ബസ് ഉണ്ട്, നീ ഇതൊന്ന് ബസ്സുകൾ താങ്ങി വെച്ച് തരണം. ഇത് താങ്ങിയാൽ ഇതിന്ന് താങ്ങാനുള്ള സമയം കിട്ടില്ല. അപ്പൊ ബൊക്കെ വാങ്ങാൻ നീ അടിപാറ്റയ്ക്കില്ലേ? അത് ഇവിടെ കിട്ടുമല്ലോ. ഈ മലമൂട്ടിട്ടോ? ഈ മലമുട്ടി കിട്ടാത്തായിട്ട് ഒന്നുമില്ല. ദേ പള്ളിയിൽ മണിയടിച്ചു, ഞാൻ പോയി ചരക്കെടുക്കട്ടെ. നല്ല ഫ്രഷ് പൂ, ഇപ്പോഴും കണ്ടോ അടക്കം ചെയ്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. എത്ര സ്വീകരണത്തിനുള്ള പൂക്കളാ. ഏത് കുഴിയിൽ? നിന്റെ അപ്പൻ. ഈ കുരിശ് ആ കിടപ്പ് കണ്ടപ്പോ ഞാൻ കരുതി അടുത്ത ഈസ്റ്ററിനെ ഉയർത്തെണീക്കുന്നു. ഇത് ഈ കുഴിവെട്ട് മാത്രം സാമ്രാജ്യ.
ഇവിടുന്ന് എന്ത് കുത്തി തുറക്കാനാണ് നീ വന്നത്? കള്ളം പാല. പിന്നെ കുത്തി തുറക്കാൻ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയല്ലേ ഈ കിടക്കുന്നതല്ല. എല്ലാം തന്നെ പോലെ ഇരിക്കുന്ന തലോട്ടിയല്ല. അത് എന്താ ഇതിനകത്തുള്ളത്? എന്റെ തലയോട്ടിയെ കുറിച്ച് പറഞ്ഞല്ല. അല്ല മാത്തപ്പൻ ചേട്ടാ, ഒരു സംശയം. ഇന്ന് മരിച്ച ഇദ്ദേഹം പോയത് സ്വർഗത്തിലേക്കോ അതോ നരകത്തിലേക്കോ? എന്താ സംശയം? നരകത്തിലേക്ക്. എടാ ഇവിടെ കിടക്കുന്നത് എല്ലാം പോയിരിക്കും നരകത്തിലേക്കാ. എടാ എത്ര പേർക്ക് കുഴിയിട്ടവനാടാ ഞാൻ. സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ളവനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മാത്രമേ മനസ്സിലാവും. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ചെറുപുഷ്പം കുറീസ്, ചെറുപുഷ്പം ഫിനാൻസ്, ചെറുപുഷ്പം ഹോസ്പിറ്റല്, ചെറുപുഷ്പം തേങ്ങാക്കോല. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോ കൂട്ടുകിടക്കാൻ ഈ മാത്തപ്പം മാത്രം. ആട്ടെ, മാത്തപ്പേട്ടന്റെ യാത്ര സ്വർഗത്തിലേക്കാവോ? ഏടാ ഒരു ഫുൾ ബോട്ടിലും തൊട്ട് നോക്കാൻ ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ ഇത് തന്നെല്ലേടാ മാത്തപ്പന്റെ സ്വർഗം. അല്ല നിനക്കെന്തിനീ റീത്തൊക്കെ? അല്ല അസൽ വെടി അടിവാര ഓമനെ ഓർമ്മ വരുന്നു. ഇവനെന്തോടെ പോയി? ബാല, നീ അടിവാര ഓമനെ അടുത്ത് പോയി കാണൂ. ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിന്റെ വരദാനം, നമ്മുടെ കിഴക്കേമലയുടെ സ്വർണ്ണ തിളക്കമായ റബേക്ക ഉതുപ്പിന് അഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, കോച്ച് തോമസ്, ജില്ലാ കളക്ടർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, 5000 രൂപയുടെ പൂവും വാങ്ങിയിട്ടുണ്ട്. പിടിക്കാൻ. നമ്മുടെ പ്രിയങ്കരിയായ ഇതെന്തോ? റബേക്ക ഉതുപ്പിനെ അനുമോദിക്കാൻ പേര് തന്നിട്ടുള്ള NSS കരയോഗം സെക്രട്ടറി, ജമാഅത്ത് സെക്രട്ടറി, സാംസ്കാരിക വേദി പ്രസിഡന്റ്. ഈ പ്രീസ് മുഴുവൻ കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനി പെമ്പിള്ളരാ. ഒക്കെ ഈ പള്ളിക്കാരനും പട്ടക്കാരും ഒത്തുകളിയാ. അഞ്ചു ബോബെ ജോർജ്, ഷൈനി ബെൽസൺ, മേഴ്സിക്കുട്ടൻ, ഹിന്ദുക്കൾക്ക് പറയാൻ ആകെ ഒരു PT ഉഷ. ആരായി പറഞ്ഞവരൊക്കെ? മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ കാപ്പുകാട്ടിൽ ഈരാളിയെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മലയോരത്തിന്റെ പൊന്നാര പൊന്മുത്ത് റബേക്ക ഉതുപ്പിനും അതുപോലെ പരിശീലകനായ തോമസ് സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. റബേക്ക ഉതുപ്പിന്റെ പേരിൽ ദേശീയഗാനത്തോടൊപ്പം ഇന്ത്യൻ പതാക ഉയരുന്നത് TV യിൽ കണ്ടപ്പോൾ ഈ മലമൂട്ടിൽ ഒരു വൈദികനായി എത്തിയതിൽ എനിക്ക് അഭിമാനം തോന്നി. ക്രിക്കറ്റാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ ജീവവായു, അഥവാ ദേശീയ വിനോദം. കോടികൾക്ക് ലേലത്തിൽ വെച്ചിരിക്കല്ലേ താരങ്ങളെ. ഉടുപ്പിൽ സ്ഥലം തയ്യാതെ അടിവസ്ത്രത്തിൽ വരെ പരസ്യം പൊട്ടിച്ചല്ലേ ബോൾ എറിയുന്നത്. പാവം നമ്മുടെ ഇന്ത്യൻ അത്ലറ്റുകൾ ധനലാഭമോഹമില്ലാതെ പഷ്ണിയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പിറവിയെടുത്ത് അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിത്തന്ന വിജയം, അതാണ് മഹത്തരമെന്ന് നമ്മുടെ ഗവൺമെന്റ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റബേക്ക ഉതുപ്പിനെ കുറിച്ച് എനിക്ക് വിശേഷിപ്പിക്കാനുള്ള പ്രയോഗം വെളിച്ചം പരത്തിയ പെൻശലഭമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ജൂനിയർ ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ 16-ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് ഭേദിച്ചപ്പോൾ വകുപ്പ് മന്ത്രിയുടെ ഒത്താശയോടെ മണ്ണെണ്ണ വിളക്കിന് പകരം ഉതുപ്പിന്റെ വീട്ടിൽ വൈദ്യുതി എത്തി. അതിന്റെ ഫലം അനുഭവിച്ചത് ചുറ്റുവട്ടത്തുള്ള നിർധനരായ 70 കുടുംബങ്ങളാണ്. മക്കളെ നോക്കുമ്പോഴല്ല, ജന്മം നൽകിയ രക്ഷിതാക്കളെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടെ വരെ പോകുമെന്ന്. ഈ മലനാട്ടിന് ഇങ്ങനെ ഒരു മോളെ സമ്മാനിച്ച ഈ രക്ഷിതാക്കളെയാണ് ഞാൻ ഈ അവസരത്തിൽ സ്തുതിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, എല്ലാവർക്കും നന്മ നേരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോവാൻ തിരക്കുള്ളതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓടാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നപ്പോൾ എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചിയുടെയും എൻ്റെ അനുജത്തിയുടെയും മുഖം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നെ ഓടിത്തുടങ്ങിയപ്പോൾ ചെവിയിൽ മുഴങ്ങിയത് എൻ്റെ നാട്ടുകാരുടെ കയ്യടി ആർപ്പുവിളികൾ മാത്രമായിരുന്നു. ആരായിരുന്നു മാതൃക? എൻ്റെ അപ്പച്ചി. അപ്പച്ചിയുടെ ഏത് ഗുണമാണ് മാതൃകയായത്? അത് ചോദിച്ചാ കഠിനാധ്വാനമോ അതോ അർപ്പണബോധമോ? എൻ്റെ അപ്പച്ചി എൻ്റെ അമ്മച്ചിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ. അത്ര എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഓട്ടത്തിലാരായിരുന്നു ഇൻസ്പിറേഷൻ? അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയാനൊന്നും ആരുമില്ല. കൊച്ചുനാളിൽ കാലത്തെണീറ്റാല് അപ്പച്ചിയോടൊപ്പം പറമ്പിൽ കളിക്കാൻ പോകും. അപ്പോഴായിരിക്കും സ്കൂളിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പൊ പുസ്തകം എടുത്തോണ്ട് ഒരു ഓട്ട. അത്രേ ഉള്ളൂ. മോള് പറഞ്ഞത് നേരാ. ദൈവം കൊടുത്തൊരു സിദ്ധി അവളായിട്ടത് വളർത്തിയെടുത്തു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ മലമൂട്ടിൽ എൻ്റെ ശോശാമ്മയുടെ കൈയും പിടിച്ച് കയറി വരുമ്പോൾ ദൈവം മാത്രമായിരുന്നു എനിക്ക് തുണ. ഇവളും മക്കളും, അതാണ് എൻ്റെ ലോകം. ഇവരെ കഴിഞ്ഞ് ഒന്നുമില്ല എനിക്ക്. മോളെക്കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? തമ്പുരാന്റെ കാരുണ്യം
ഇച്ചായം പറഞ്ഞ പോലെ എല്ലാം ഉപേക്ഷിച്ച് ഈ മലമ്പൂട്ടി വന്നപ്പോ തമ്പുരാനായിരുന്നു ഞങ്ങൾക്കൊരു വഴികാട്ടി. അതെ, ഇപ്പൊ ഇങ്ങനെയൊക്കെയായി. ഞങ്ങളുടെ കഷ്ടപ്പാടിലും തളർച്ചയിലും ഒപ്പം നിന്നവളാ എൻ്റെ ഈ മോള്. ആ ഷാജി, ഈയിടെ ഗ്രൂപ്പ് ഉണ്ടേലെ പൊളിറ്റിക്സിന് വല്ല രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒതുക്കത്തിലൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടേണ്ടി വന്ന്. എന്നാലും മിനിസ്റ്റർ ഒന്ന് കിടിങ്ങല്ലോ. ആ അത് മതി. എടാ ഞാനിപ്പോ അളിയന്റെ വീട്ടിലാ, പിന്നെ വിളിക്കാം. അളിയൻ എന്തിയെ? ഓ അകത്തുണ്ട്. ആ വെളിയമ്മച്ചക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വെന്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ പാരാ? റാഫേലും കെട്ടിയോളും. എന്നതാ അവിടുത്തെ പ്രശ്നം? അളിയോ, പ്രശ്നം തന്റെ പെങ്ങള് തന്നെയാ. അല്ലെങ്കിലും കുറ്റം എപ്പോഴും എനിക്ക് തന്നെ ആണല്ലോ. എടാ 22 കൊല്ലം മുമ്പ് വീടും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് എങ്ങാണ്ടോ മലമൂട്ടി പോയി കിടന്ന പെങ്ങളെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പോവാ നിന്റെ അളിയൻ. അമ്മച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുരുവിളയ്ക്ക് അറിയാമല്ലോ. ഡോക്ടർ തന്നെ ഇങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിച്ച്. ആദ്യ കയറി എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഒരു തീരാദുഃഖം ഇനി ചങ്കി കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമപ്രകാരം പെൺമക്കൾക്ക് സ്വത്തിന് അവകാശമുള്ളതാ. കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താലേ ആങ്ങളമാര് തൂങ്ങും. അളിയ, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ക്രിസ്ത്യൻസിന്റെ തറവാട് പ്രോപ്പർട്ടിയിൽ പെൺമക്കൾക്കും ഈക്വൽ ഷെയറാ. 86 മേരി റോയ് സുപ്രീം കോടതി വിധിയിലൂടെ അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. കോടതി വിധിയും നിയമവും നൂലാമാലയൊന്നും നോക്കിയിട്ടല്ലെന്നേ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ ഇനി അമ്മച്ചിയുടെ കണ്ണിര് കാണാൻ മേല. പിന്നെ അവളുടെ കെട്ടിയോനുണ്ടല്ലോ ഉതുപ്പ്, കാശുകാരനല്ലെങ്കിലും അയാൾ കുടുംബക്കാരനാ. മാളിയേക്കൽ തറവാട്ടിലെ പണവും പുരയിടവും കണ്ടിട്ടല്ല അയാൾ ശോശാമ്മയെ സ്നേഹിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലേക്കാ. വെല്ലുമിച്ച കണ്ടിട്ട് വേണം പാല വരെ ഒന്ന് പോവാൻ. രാജപ്പ വണ്ടി ഇറക്കടാ. ഞാൻ വൈകിട്ട് വരുമ്പോ കാണാം. ശരി. അപ്പോഴും പറഞ്ഞില്ലേ ഇപ്പോഴത്തെ കാലത്ത് നല്ല നാടൻ കള്ളു കുടിക്കണമെങ്കിൽ തെങ്ങേറ്റം പഠിക്കണം. കള്ളും കൂടെ തെങ്ങിൽ നിന്ന് താഴേക്ക് വന്നാൽ അതിൽ പിന്നെ ആനമ്മയ്ക്ക് നവസാരവും ഒക്കെ ചേർത്ത് ഒരു കാപ്പിരി സാധനമായി മാറും. 2 വിക്കറ്റ് ഔട്ട്. തിരുമേനി താനെത്രയായി? ഒന്നാമത്തെ ഓവറിൽ അവസാനത്തെ പന്ത് ബാക്കി. ഡാൻസ് ഇതിന്റെ കൂടെ ഒരു ലാത്തി ചാർജ് കൂടി ആയല്ലോ. മറ്റവനെ കഞ്ചാവ് ഇതിനോടൊപ്പം ഒരു പുക കൂടി എടുത്താൽ ലാത്തി പോലെ പെട്ടെന്ന് ചാർജ് ആവും. ഇതുപോലെ ക്രിക്കറ്റിന് കണ്ണു നട്ടായിരിക്കാൻ ചാടിക്കുന്ന ചാട്ടക്കാരികളില്ലേ, ചിയേഴ്സ് ഗേൾ, അതിലൊരെണ്ണത്തിനെ കെട്ടണമെന്ന എന്റെ മോഹം. വെറുതെ ബെഡ്റൂമിലിട്ട് ചാടിക്കാലോ. മതി മതി, നിർത്തിക്കോ. ഇനി സീനിയർ ചേച്ചിമാരെ പഞ്ചാര അടിക്കലെന്ന് രേഖാമൂലം എഴുതി തന്നിട്ട് പൊക്കോ. ഇനി ബ്ലാക്ക് ബോർഡിൽ ഓരോരുത്തരായി ചോക്കൊണ്ട് എഴുതിക്കോ. ചേച്ചിമാരെ പഞ്ചാര അടിക്കില്ല. ചേച്ചിക്ക് എവിടെ എച്ചി? ചേച്ചിക്ക് എച്ചി ഉണ്ടല്ലോ. ആര്? എന്റെ അളിയൻ. ചേച്ചിക്ക് വള്ളിട്ടോ. പഞ്ചാര അടിക്കില്ല. കഞ്ചാവിന്റെ കഞ്ചാവിൽ എവിടെയാ ഇഞ്ച? കഞ്ചാവില് ചുക്കല്ലേ ഉള്ളു. നെഞ്ചും കൂടിന്റെ ഇഞ്ച. എഴുത്തച്ഛനോ? ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് നാട്ടിലെ സ്കൂളിലായിരുന്നു. പിന്നെ ഡിഗ്രി വരെ പഠിച്ചത് നാട്ടിലെ പ്ലേ സ്കൂളിലാ. എന്താ പോരെ? കുട്ടികളൊന്ന് കുറിപ്പിക്കുന്നു. വട്ട് നിന്റെ അപ്പനാണ്. യു ആണ് വട്ട്. നിന്റെ മുത്തച്ഛനാണ് വട്ട്. നോട്ട് 4. ഓക്കെ, only 1. Not me, not UK, not AB. Only this Balan. Understand? ശരിക്കും ചാർജായി. വാടൻ റൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. വിട്ടോടാ. യുവന്മാരിത് എങ്ങോട്ടാ ഓടിയത്? ഇതടിക്കുമ്പോ വഴി പിടുത്തം കിട്ടും. എന്താണോ മാത്തപ്പ? ചായ കാശി അല്ലേ മാത്തപ്പൻ ചേട്ടാ? എത്ര വേണം? ഒരു 200
താൻ ബിരിയാണി ചെമ്പിലാണോ ചായ കുടിക്കുന്നേ? ചാരായത്തിനാണെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? 2 ദിവസമായാലും അങ്ങോട്ട് കണ്ടിട്ട്. അല്ല പിന്നെ ഈ കഴിപ്പ് മാത്രം പോരാ, വല്ലതൊക്കെ ഭക്ഷിക്കുമ്പോൾ അച്ഛൻ അന്വേഷിക്കുന്നതായിരുന്നു. എന്താ കാര്യം? എന്താ കാര്യമെന്ന് അറിയില്ല. നിങ്ങൾ നടന്നോ, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടേച്ചും വരാം. എന്താടാ മണിയടിച്ച് കിഡ്നി അടിച്ചു പോയവരുണ്ടല്ലോ, മിക്കവാറും പള്ളിപ്പെരുന്നാളിന് മുമ്പ് ഒരു കുഴി വെട്ടേണ്ട വരും. ആ കുഴി തന്നെ നിന്നു വരേണ്ടി വരും. മണിയടി. ഇന്നത്തെ കോളൊത്തു ഒരു പൈന്റ് മേടിക്കാം. വെല്ലുമച്ചിക്ക് തീരെ സുഖമില്ല. മോളെയും കൊച്ചുമോളെയും ഒന്ന് കണ്ടാ കൊള്ളാന്ന്. പഴയതൊക്കെ നമ്മൾ പരസ്പരം മറക്കണം. 10-22 കൊല്ലമായാലേ ഇങ്ങനെ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട്. ഇനി എല്ലാം മറക്കണം. ഒന്നും മറക്കാൻ പറ്റില്ലച്ചോ. അത്രയ്ക്കേറെ ഇവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെയും. സഭയും സമുദായവും അന്ന് ഇവർക്കൊപ്പമായിരുന്നു. അങ്ങനെയാണല്ലേ ഞങ്ങൾക്കൊണ്ട് പറയാൻ. പെങ്ങടെ ഒത്തുകല്യാണത്തിന് അന്നാ ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് നഷ്ടമായത്. ആരാ എന്റെ കാരണക്കാരൻ? റാഫേലേ നിർത്ത്. തമ്മിൽ തല്ലാനല്ല, ഒരു സമാധാനം ഉണ്ടാക്കാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. തന്നെ ഒറ്റുകൊടുത്ത ശിഷ്യനോട് പോലും ക്ഷമിച്ചവനാ കർത്താവ്. ആ തമ്പുരാന്റെ തിരുസന്നിധിയിൽ വെച്ച് ക്ഷമാപൂർവ്വം ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒരു പരിഹാരവും വേണ്ടച്ചോ. കർത്താവിന്റെ കൃപയാൽ ഈ മലമൂട്ടി ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. ബന്ധങ്ങൾ ഇനി ഏച്ചു കെട്ടിയ അത് മുഴിച്ചേ നിൽക്കൂ. അല്ലെങ്കിൽ തന്നെ കൊച്ചുമോക്ക് പേരും പ്രശസ്തിയും വന്നപ്പോഴാണല്ലോ ഈ ഒരു കുടുംബത്തെ ഓർമ്മ വന്നത്. ഒന്നും വേണ്ട, പറമ്പിൽ ഇത്തിരി പണിയുണ്ട്, ഞാൻ പോവാച്ചോ. ഇവരുമായിട്ടൊരു ഒത്തുതീർപ്പിന് ദയവായി ഇനി അച്ഛൻ മെനക്കെടരുത്. അപേക്ഷയാ. എന്തിനാ അച്ഛൻ വിളിപ്പിച്ചേ? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിന്റെ ആങ്ങളമാർ വന്നിട്ടുണ്ടായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക്. നിന്റെ അമ്മച്ചിക്ക് മോളെയും കൊച്ചുമക്കളെയും ഒന്ന് കാണണമെന്ന്. കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാന്റെ ഓരോ തമാശകളെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്നാട്ടെ. പറമ്പിൽ പണിക്കാർ വന്നിട്ടുണ്ടാവും, ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് വരാം. ഓ, ഒരു കുപ്പിക്കള്ളൊന്നും മതിയല്ലോ. ആ മടിച്ചുകോത അവിടെ എന്തെടുക്കുക? അവള് പഠിക്കുക, അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് ചുമന്നു. ഒന്ന് കൈവച്ചേ. ഹലോ ഉതുപ്പേട്ടാ, എനിക്കൊരു സംശയം. ശോശാമചരിതത്തിൽ പറയുന്നു മദ്യശത്രുവാണ്, അത് ഒഴിവാക്കണമെന്ന്. നമ്മുടെ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കാൻ. ഞാനിപ്പോ ആര് പറയുന്ന അനുസരിക്കണ്ടത്? ഇത്തിരി മത്തുണ്ടെങ്കിലേ മാത്തപ്പനെ കാണാൻ ഒരു ചേലുള്ളൂ. അതുകൊണ്ട് താൻ ബൈബിളിൽ പറഞ്ഞ പോലെ ശത്രുവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഇതാരും റബേക്ക മോളോ? അതെ, പഴയ പോലെയല്ല. മോളിപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാ, സ്വർണ്ണ ഖനി. അത് ഓർമ്മ വേണം. ഇതുങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിലേ ഒക്കെ കള്ളപ്പണി ചെയ്യും. ഇവൾ ആശ്വാസം മോള് തന്നെയാ.